ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറക്കാരനെ വിളിച്ചപ്പോൾ അവൻ പൊതച്ച് മൂടി കിടന്നുറങ്ങുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ടൊന്നൊരു വീഡിയോ എടുത്ത് നോക്കിയാലോ എന്നൊരാലോചന. അപ്പോൾ ഇതാ നല്ല മത്തി മുറിച്ചതിൻ്റെ മുട്ട കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിന് മത്തി പൊരിച്ചതിൻ്റെ മസാല, മത്തി പൊരിച്ചതിൻ്റെ മസാല, മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മത്തീൻ്റെ മുട്ട കൂടി പെരക്കി വെച്ചിട്ടുള്ളത് ഒരു സംഭവമാണെന്നുള്ളത്. അതിൽ കുറച്ച് തേങ്ങയും ഉള്ളിയും ചേർത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം. ആ കടു പൊട്ടി വരട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടു പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച മത്തിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാണ് ഇന്ന് പാചകം ചെയ്യുന്നത്. സാധാരണ നമ്മൾ അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയിലും നോൺ സ്റ്റിക്ക് ഇല്ലാന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആക്കിയിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മത്തി പൊരിച്ചതിൻ്റെ മസാലയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഉള്ളി, തേങ്ങ, പച്ചമുളക് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വേവുന്നത് വരെ നമുക്ക് നല്ലപോലെ അടച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം ആ മസാലയിൽ എത്ര ഉപ്പ് ഉണ്ടാവില്ല, ഈ മുട്ടക്ക് ഉപ്പ് പൊടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നല്ലത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റേ വേവുണ്ടോ, അത്ര വേവൊന്നുമില്ല മുട്ടക്ക്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തിളച്ച് വരട്ടെ, ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇത് തിളക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നല്ല തേങ്ങയും ഉള്ളിയും ഒക്കെ വെന്ത സ്മെല്ലാണിത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല തിളച്ച് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് കണ്ടോ, ഇത് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ വീട്ടിലെ സ്വന്തം പറമ്പിലുണ്ടായ നല്ല നാടൻ കറിവേപ്പില. ഇത് മഴയായിരുന്നു, എന്നാലും ഞാൻ പോയി പറിച്ചു. കാരണം ഇതിന് കറിവേപ്പില ഒരു പ്രത്യേക ഘടകമാണ്. അതുകൊണ്ട് മഴയും നനഞ്ഞുകൊണ്ട് പോയിട്ട് പറിച്ചിട്ടില്ലാന്ന് വരുന്നത്, കഷ്ടപ്പെട്ടിട്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ഇടുമ്പോഴേക്ക് നല്ല സ്മെല്ല്. കറിവേപ്പില ഇടുമ്പോഴേക്കും നല്ല മണം വന്ന് അപ്പുറത്തിപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുമോയെന്ന് എനിക്ക് സംശയം, മുട്ടേൻ്റെ മണം കേട്ടിട്ട്. അപ്പോൾ അതാ നല്ല വരണ്ട് വന്നിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചോറ് കൂട്ടി തിന്നണം തോന്നില്ലേ. അപ്പോൾ ഇതാ നല്ല മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനി കുറച്ചും കൂടി വേണ്ടിക്ക് നമുക്ക് ഡ്രൈ ആക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മത്തിയോ മത്തിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മത്തിയിൽ വരുന്ന കറിയാക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യുക. അവരുടെ വന്ന ആൾക്കാരുടെ ഞെട്ടിപ്പോവും ചില സമയത്ത്, ഇത് എത്ര പെട്ടെന്ന് ആയേന്ന്. അപ്പോൾ അത്രയും നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്യുക, എന്നിട്ട് നേരെ കടുവിലേക്ക് ഇടുക. വേറെ ഒരു പണിയുമില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം വെച്ചാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായത്തിനാണ് എനിക്ക് ഇതുണ്ടാവുക. അപ്പോൾ നല്ല അഭിപ്രായങ്ങളായിട്ട് കമൻറ്റും ഒക്കെ പോരട്ടെ. എല്ലാവരുടെ അടുത്തൊന്നും ഇത് ഉണ്ടാക്കുക, കഴിക്കുക, എങ്ങനെയുണ്ടെന്ന് പറയും. സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് പോലെയാണോ ഇത് ഉണ്ടാക്കിയാലുള്ള ടേസ്റ്റ് എന്ന് നിങ്ങൾ മറുപടി അറിയിക്കുക. നിങ്ങളെ വിലയേറിയ മറുപടിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നല്ല വരണ്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.